അപ്പൊ പോയി പരിചയപ്പെടുമ്പോൾ ഇതിന്റെ മുഴുവൻ സാമ്പത്തികവും ആര് വഹിക്കുന്നു എന്നാണ് പറഞ്ഞത്? അത് പിന്നീട് അറിഞ്ഞത് ഈ അജയ്കുമാർ എന്ന് പറയുന്ന ആളാ. ഈ നേരത്തെ മണിയൊക്കെ ചെയ്തു പറഞ്ഞില്ലേ, ഇതിന്റെ മരത്തിന്റെ പൈസ അജയ്കുമാറാണ് ചെയ്തത് പറഞ്ഞു. ഓ, അത് ശരി. പൈസ അജയ്കുമാറാണ് തന്നുള്ളത് നമുക്ക്. ഈ എത്ര നാളുകൊണ്ട് ബാംഗ്ലൂരിൽ വെച്ച് കോവിഡായിട്ട് മരിച്ചു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഉണ്ടായിട്ടുണ്ടാവും തോന്നുന്നു. അതിൽ കൂടുതലും കൊത്തുപണികളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യുക, ഇത് ചെമ്പ് പാളി പൊതിഞ്ഞ് അതിൻ്റെ മീത് സ്വർണം പൂശാണ് ചെയ്യണത്. അപ്പം ചെമ്പ് പാളി ഞങ്ങളുടെ മരത്തിൻ്റെ മീതെ ചെമ്പ് പാളി കവർ ചെയ്തിട്ട് അത് എംബോസ് ചെയ്തിട്ടുള്ള വർക്കാണ്. അത് ചെമ്പ് പാളി ചെയ്തത് ഹൈദരാബാദിൽ കൊണ്ടുപോയിട്ടാണ് ചെമ്പ് പാളി പണിതിട്ടുള്ളത്. അത് ഞങ്ങൾക്കറിയില്ല. അത് പിന്നീട് അത് പണിത് കൊണ്ടുവന്നിട്ട് ഡോർമ സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ ശബരിമല കൊണ്ടുപോയിട്ട് അത് സൂട്ടാക്കി എടുക്കുകയും ചെയ്തു. നന്ദൻ അതിന്റെ തടിപ്പണി മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഈ ചെമ്പുപാളി പ്രൊജക്ട് ചെയ്തിട്ട് നിൽക്കുന്നവർ അത്രേ ഉള്ളൂ. തടിപ്പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഡോറ് എത്ര ദിവസം കൊണ്ട് ബാംഗ്ലൂരിൽ വെച്ച് ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാവും? ഈ പഴയ എൻ്റെ വർക്ക് ഒരാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ ഫിറ്റ് ചെയ്യാൻ 2 ദിവസം പിടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്ക് പോയി ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ചെമ്പ് പൂശുന്നു. പിന്നീട് ഈ സ്വർണം പൂശുന്നത് എവിടെ വെച്ചാണെന്ന് വല്ല അറിവുണ്ടോ? ചെമ്പ് പൂശിയത് ചെമ്പ് പൂശല്ല, ചെമ്പിൽ വർക്ക് ചെമ്പ് പൂശല്ല, ചെമ്പ് കവർ ചെയ്യലാണ്. കവർ ചെയ്തിട്ട് അതിൻ്റെ മീതെ എംബോസ് ചെയ്തിട്ടുള്ള വർക്കാണ്. അത് ഹൈദരാബാദിലാണ് ചെയ്തത് പറഞ്ഞു. അത് ചെയ്തതിന് ശേഷമാണ് ഈ സാധനം സ്വർണം പൂശാൻ കൊണ്ടുപോയത് എവിടേക്കാന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇത് പറയുമ്പോഴാണ് ചെന്നൈയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം ബാംഗ്ലൂരിൽ വെച്ച് തടിപ്പണി, ഹൈദരാബാദിൽ വെച്ചിട്ട് അതിൻ്റെ ചെമ്പ് എംബാം ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സ്വർണം പൂശിയിട്ടുണ്ടാവും. പിന്നീടാണ് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത്. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈയിലേക്ക്. നന്ദൻ എപ്പോഴെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഒരു സംശയം തോന്നിയിരുന്നോ? ഇല്ല, അങ്ങനൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഈ പൈസയൊക്കെ കൃത്യമായിട്ട് നന്ദന് കിട്ടിയോ? ഡോറ് സ്വർണം പൂശിയതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡോറ് ഈ സ്വർണം പൂശിയതിന് ശേഷം പിന്നെ ഈ ഡോറ് പിന്നെ ഈ സ്വർണം പൂശിയതിന് ശേഷം കോട്ടയത്തുള്ള പള്ളിക്കത്തോടുള്ള ആ ഒരു ശാസ്താക്ഷേത്രമുണ്ട്. അവിടെ നിന്നാണ് ഇത് മറ്റേ ആഘോഷപൂർവ്വം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്, ആദരിക്കൽ. അങ്ങനെ മറ്റേ അലങ്കരിച്ച വണ്ടിയിൽ ഡോറൊക്കെ വെച്ച് ആ അമ്പലത്തിൽ മറ്റേ ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടെ ജയറാമുണ്ടായിരുന്നു. അതേപോലെ നടൻ ജയറാമും ഉണ്ടായിരുന്നു ഒരു ദിവസം അല്ലേ? ഉണ്ട്, പത്മകുമാർ ഉണ്ടായിരുന്നു. ജയറാമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ധരിച്ചത് എന്നോട് തന്നെ കുറേ ആൾക്കാർ ചോദിച്ചു, ഇത് ജയറാമാണോ സ്പോൺസർ ചെയ്തതെന്ന് ചോദിച്ചു. അങ്ങനെ ആളുകൾ അന്ന് സംശയിച്ചിട്ടുണ്ട്, ജയറാമാണോ അത് സ്പോൺസർ ചെയ്തതെന്നൊക്കെ അന്ന് ചോദിക്കലുണ്ടായി. അപ്പം അങ്ങനെ ചില പത്രത്തിൽ അങ്ങനെ വന്നിട്ട് തോന്നുന്നു, ജയറാം സ്പോൺസർ ചെയ്തു എന്നൊക്കെ. അങ്ങനെ ഇത് അലങ്കരിച്ച് കൊണ്ടുപോയി. ഇതിന് ഒപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് പമ്പയില് ചെല്ലുക ചെയ്ത്. എന്നിട്ട് പമ്പയിന്ന് ട്രാക്ടറിൽ അങ്ങോട്ട് പോയി. ഈ എത്ര സ്വർണ്ണം സന്നിധാനത്തേക്ക് കൊണ്ടുപോയത് അതൊന്നും അറിയില്ല കേട്ടോ. അറിയില്ല. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇതല്ല ചെയ്തിട്ടുള്ളത്. മറ്റേത് ഈ സ്വർണം പാളിയായിട്ട് പൊതിയുന്ന രീതിയാണ് ഞാൻ കണ്ടുള്ളത് കൂടുതൽ. അത് മറ്റേ എന്താ പറയുക, ഗുരുവായൂരായാലും ഇപ്പോൾ പാറമേക്കാവ് കൊടിമരമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് 10-12 ലെയർ ഒട്ടിക്കലാണ്. അത് ഈ സ്വർണ്ണപ്പാളി തങ്കത്തിൻ്റെ പീസ് മറ്റേ എന്താണ് ഒട്ടകത്തിൻ്റെ തോലോ മാൻ്റെ തോലോ ഒരു ബുക്ക് ഉണ്ട്. അതിൽ ചെറിയ പീസ് വെച്ചിട്ട് എത്രയോ അടികളടിച്ച് അത് ഒരു പേപ്പർ പോലെയായിട്ട് പരക്കുക. അത് എന്നിട്ട് ഈ മെർക്കുറിയിൽ പിടിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. അത് മറ്റേ 10-12 ലെയർ ഒട്ടിച്ചാൽ അത് വളരെ കാലങ്ങൾ നിൽക്കുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറ്റേ പഴയ വാതിൽ മാറ്റി പുതിയ വാതിൽ അവിടെ വെച്ചു അല്ലേ? അതെ, പഴയ വാതിൻ്റെ ലോക്കൊക്കെ ഇതിലേക്ക് വെച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലോക്കിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അത് കോൽപൂട്ട് എന്ന് പറയുന്ന ഒരു ലോക്കായിരുന്നു, കോൽപൂട്ട്. അപ്പോൾ അതിൻ്റെ ലോക്ക് 2 ലോക്കും ഇതുമേ പൂട്ടൊക്കെ ഇതുമേ പിടിപ്പിച്ചു ഈ പുതിയ ഡോർമ. ഓക്കെ, ഈ സമയത്ത് മറ്റേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥരാരും നന്ദനെ വന്ന് കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഞങ്ങൾ അളവെടുക്കുമ്പോഴൊക്കെ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അടുത്തൊക്കെ. അമ്പലത്തിലെ ആളുകളൊക്കെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അല്ലേ?
എല്ലാവരും ഉണ്ടായിരുന്നു. ഈ അന്ന് ഈ അവരൊക്കെ ഉണ്ടാവും. ശില്പം ഇത് മാത്രമല്ല, നമുക്ക് ശില്പപാളി കൂടി മാറ്റണം, അങ്ങനെ എന്തെങ്കിലും പറയുന്നതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ നന്ദൻ? ഇല്ല, അതൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. മറ്റേ ഈ ദ്വാരപാലക ശില്പമൊക്കെ കവർ ചെയ്തതൊക്കെ പിന്നീടാണ് അറിഞ്ഞത്. ഇതിനൊക്കെ ശേഷം അതുണ്ടായതുണ്ട്. ഈ ഡോറൊക്കെ വെച്ചതിന് ശേഷമാണ് അതുണ്ടായത്. ആ ഡോറിൻ്റെ പണിക്ക് മൊത്തം എത്ര രൂപ ചിലവായിട്ടുണ്ടാവുമെന്നാണ് നന്ദനം അറിഞ്ഞത് പിന്നീട്? ഈ സ്വർണവും പൂശി ചെമ്പും പൂശി. അതിപ്പോൾ സ്വർണത്തിൻ്റെ കണക്ക് എനിക്കറിയില്ല, അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് പറഞ്ഞിട്ടില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിരുന്നു? 2-4 ആള് അന്ന് വാതിൽ പണി പൂർത്തിയാക്കിയതിന് ശേഷം അയാള് വിളിച്ചിട്ടൊക്കെ ഉണ്ട് എന്നെ. പൂർത്തിയായതിന് ശേഷം ഇടയ്ക്ക് ഗുരുവായൂർക്ക് മുമ്പ് ആരോ തൊഴാൻ വേണ്ടിയിട്ട് എന്നോട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് തോന്നുന്നു ഈ 4 കൊല്ലത്തിന് ഉള്ളിൽ. ഈ വിവാദം പിന്നെ ഇപ്പം അടുത്ത് ഈ ദ്വാരപാലക ശില്പം ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിൻ്റെ ഈ വിവാദം വരണേൻ്റെ 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ശബരിമല ഡോറിൻ്റെ ഉൾഭാഗത്ത് ഒരു ചെമ്പ് തകിട് വെച്ചിട്ടുണ്ടോ എലി കടക്കാതിരിക്കാന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് എന്നോട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഫോട്ടോസും എനിക്ക് അയച്ചു തന്നു, മറ്റേ റൗണ്ട് ചെയ്തിട്ട് ഈ ഭാഗത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ചെയ്തല്ല, നമ്മൾ ഡോർ അന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഡോറിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ട് അന്ന് ഞാൻ മറുപടി പറഞ്ഞു. അതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ദ്വാരപാലക ശില്പത്തിന്റെ ഇത് വരണത്. എനിക്കെന്തോ വെച്ചിട്ടുണ്ടോ എന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് നന്ദൻ കരുതുന്നത്? അതെനിക്ക് എന്താ മനസ്സിലാവില്ല. ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും, അത് എൻ്റെ മൊബൈലുണ്ട്. ഓക്കെ, എനിക്ക് അയച്ചത്.